അസ്സലാമലൈക്കും. ഞാൻ ഫൗസിയ ബഷീർ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. പടച്ചോന് ഹൈറാക്കട്ടെ. എനിക്കും അൽഹംദുലില്ലാ സുഖാണ്. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു കഥയാണ്, ഒരു വ്യക്തിയുടെ കഥ. ഇൻഷാ അല്ലാ നമുക്ക് ആ കഥയിലേക്ക് പ്രവേശിക്കാം. ഒരു സ്ഥലത്ത് സ്വാത്വികനായ ഒരു ഭക്തനുണ്ടായിരുന്നു. നിസ്കാര കാര്യത്തിലൊക്കെ ഭയങ്കര നിർബന്ധം. ഒരു നിസ്കാരം പോലും അദ്ദേഹം ഉപേക്ഷിക്കൂല. പ്രത്യേകിച്ചിട്ട് പ്രഭാത നിസ്കാരം, സുബഹി നിസ്കാരം. ഒരു ദിവസം എല്ലാ ദിവസവും പോലെ തന്നെ അദ്ദേഹം എന്താക്കി, പ്രഭാത നിസ്കാരത്തിനായിട്ട് പള്ളിയിലേക്ക് പോവാണ്. അത് പ്രഭാത നിസ്കാരം എന്ന് പറയുമ്പോൾ സുബഹീൻ്റെ സമയത്ത് ഇരുണ്ട വെളിച്ചമായിരിക്കും, ഭയങ്കര വെളിച്ചവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ ദൂരാണ് പള്ളി, ഇങ്ങനെ നടന്നുകൊണ്ട് പോവുക പള്ളിയിലേക്ക്. നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹം എന്താക്കി, ഒരു ചെളിക്കുഴി, തൊട്ടടുത്തൊരു ചെളി ഉണ്ടായിരുന്നു, ചെളി നിറഞ്ഞ ഒരു കുഴി ഉണ്ടായിരുന്നു. അദ്ദേഹം അതിലേക്ക് വീണുപോയി. ഇരുണ്ട സമയമാണ്, കണ്ണും കാണുന്നില്ല. അദ്ദേഹം എന്തായി, പെട്ടെന്ന് എണീച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോയിട്ട് ആ ചളിയുള്ള വസ്ത്രങ്ങളൊക്കെ അലക്കാൻ വെച്ച്, എന്നിട്ട് പുതിയൊരു വസ്ത്രം ധരിച്ചിട്ട് അയാൾ പള്ളിയിലേക്ക് നീങ്ങി. പേടിയോടുകൂടിയാണ് പോകുന്നത്. പടച്ചോനെ, എൻ്റെ നിസ്കാരം കളായി പോവോ, എനിക്ക് സുബഹിക്ക് കളാവുന്നതിന് മുമ്പിൽ പള്ളിയിലെത്തൂലേ എന്നുള്ള ഭയത്തോടെ വീണ്ടും അദ്ദേഹം ഓടുന്ന സമയത്ത് വീണ്ടും അദ്ദേഹം എന്താക്കി, വീണ്ടും വീണ് ചളിയിൽ. ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും കാണിച്ചില്ല. ക്ഷമയോടുകൂടി അദ്ദേഹം എണീറ്റ് വീണ്ടും വീട്ടിലേക്ക് പോയിട്ട് ആ വസ്ത്രവും അലക്കാനിട്ട ശേഷം അദ്ദേഹം ഡ്രസ്സ് മാറി. ഇപ്പോൾ രണ്ടാമത്തെ വട്ടം അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായിട്ട് പള്ളിയിലേക്ക് നടന്ന് നീങ്ങുന്ന സമയത്ത് ഇരുണ്ട വെളിച്ചം വരുന്നുള്ളൂ. കണ്ണുകളൊന്നും കാണാൻ പറ്റുന്നില്ല, ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ദൂരേന്ന് കാണാം, ഒരു വെളിച്ചം കാണുന്നു. ഇദ്ദേഹം കണ്ടു ഒരു വെളിച്ചം. അപ്പോൾ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അപ്പോൾ ആ വെളിച്ചം പിടിച്ച ആ മനുഷ്യൻ പറഞ്ഞു, വരൂ, നിങ്ങളെ ഞാൻ പള്ളിയിലേക്ക് ആക്കിത്തരാം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടാളും കൂടെ പള്ളിയിലേക്ക് നടക്കുകയാണ്. പോകുമ്പോൾ രണ്ടാളും കുശലങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നുള്ളത്. പള്ളീൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ വെളിച്ചം കാണിച്ച ആൾ പറഞ്ഞ്, ഇനി നിങ്ങൾ പൊയ്ക്കോളൂന്ന്. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങൾ നിസ്കരിക്കുന്നില്ലേ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, സത്യത്തിൽ ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയോ? സത്യത്തിൽ നിങ്ങൾ ശത്രുവായ ഇബിലീസാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ ആ നിസ്കരിക്കാൻ വന്ന ആൾ ഭയങ്കര ആശ്ചര്യത്തോടെ അങ്ങനെ നോക്കി. ഇബിലീസ് പറയാണ്, ഒന്നാമത്തെ തവണ ഞാൻ നിങ്ങളെ വീഴ്ത്തിയിട്ടപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് പടച്ചവൻ നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തന്നു. രണ്ടാമത് തവണയും നിങ്ങളെ ഞാൻ വീഴ്ത്തിയിട്ട്, നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് മടങ്ങി വന്നപ്പോൾ പടച്ചോന് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പാപങ്ങൾ പടച്ചോൻ പുറത്തു കൊടുത്തു. ഇനി മൂന്നാമത് തവണ ഞാൻ നിങ്ങളെ വീഴ്ത്തിയിട്ടാൽ പടച്ചോൻ എന്താക്കും, നിങ്ങളെ നാട്ടിലുള്ള എല്ലാവരുടെയും പാപങ്ങൾ പടച്ചോന് പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അങ്ങനെ പുറത്തു കൊടുത്താൽ ഇബ്ലീസിൻ്റെ മിത്രങ്ങളൊക്കെ കുറയും, ഇബ്ലീസിന് മിത്രങ്ങളില്ലാതാവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പള്ളിയിലേക്ക് എത്തിച്ചത് എന്ന് ഈ നിസ്കരിക്കാൻ വന്ന ആളോട് ഇബ്ലീസ് പറയുകയാണ്. എന്താല്ലേ ഇബ്ലീസിൻ്റെ കഥ? പടച്ചോനെ, നമ്മളെ ഇബ്ലീസിൻ്റെ എല്ലാവിധ ഷർറിനെ തൊട്ടും നമ്മളെ ഉമ്മത്തീങ്ങളെ പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. ഇങ്ങനെ പല കോലത്തിലും രൂപത്തിലും ഇബ്ലീസ് നമ്മളെ കൂടെ തന്നെയുണ്ട്. ഇൻഷാ അല്ലാ കഴിയുന്നതും നിസ്കാരങ്ങൾ പള്ളിയിലാക്കുന്ന ഭയങ്കര മഹത്വമാണ്. അപ്പോൾ കഴിയുന്ന സഹോദരന്മാരൊക്കെ സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോവുക. നമുക്ക് ഈ കഥയിലൂടെ തന്നെ നമുക്കൊരു പാഠം പഠിക്കാനുണ്ട് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ ഇനിയും ഇതുപോലത്തെ നല്ല കഥയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ ഇൽമിനെ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാ ഇതുപോലുള്ള കഥകൾ കേട്ട് എല്ലാവരും നിസ്കാരത്തിലേക്ക് വരട്ടെ. ഇൻഷാ അല്ലാ ദുആ ചെയ്യുക, എന്നെ ദുആയിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും.